ഇന്ന് നമുക്ക് വേറൊരു ഐറ്റം ആണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഫിഷ് ആൻഡ് പെപ്പർ സോൾട്ട്. ഫിഷ് ആൻഡ് പെപ്പർ സോൾട്ട് ഇതാണ് ഇന്നത്തെ. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫിഷാണ്, നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷാണ്. ഇത് മൈദയും കോൺഫ്ലോറും കൂടെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തതാണ്. മൈദയും കോൺഫ്ലോർ മിക്സ് ആക്കിയിട്ട് അത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറൊന്നും ഉപ്പുണ്ട്. ഉപ്പ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നില്ല എല്ലാത്തിനും. ഓക്കെ, മൈദ കോൺഫ്ലവർ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അതിൽ മുക്കി ഫ്രൈ ചെയ്ത്. അപ്പോൾ എല്ലാ ഫിഷും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാ ചൈനീസിന് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് സീറ ഫിഷാണ്, നെയ്മീനില്ലേ. അതാകുമ്പോൾ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കളറ്, ഇത് വൈറ്റ് മീറ്റ് ആണ് ഇതിന്റെ. വെള്ള കളറിലുള്ള മീറ്റ്. തൊലി നമ്മൾ എടുത്ത് കളയും. നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ തൊലി എടുത്ത് കളയും. പിന്നെ ഇത് ടൊമാറ്റോ സോസ്, സോയാബീൻ സോസ്, ഇത് ക്യാപ്സിക്കമാണ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുക, ചെറിയ ഡൈസ് കട്ടിങ്. ഓനിയനും അതുപോലെ തന്നെ സെയിം ഡൈസ് കട്ടിങ്. ഇത് ചോപ്പ് ചെയ്ത് ചെറിയ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടെ ചോദിക്കാം. ഫിഷ് പെപ്പർ ആൻഡ് സോൾട്ട് ഒരു ചൈനീസ് വിഭവമാണിത്. അപ്പൊ നമുക്ക് അതിനെ പറയണം. ഓക്കെ, ആദ്യം പാത്രമൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് എങ്ങനെയാ തുറന്നു വെച്ചിട്ട് ഫസ്റ്റ് ബർണർ കത്തിക്കുക. അത് കത്തിക്കാതെ നടക്കും കാര്യം. അടുപ്പ് കത്തിക്കുക. അതിന്റെ അടുപ്പ് സ്ലോയിലിടാം. ഓക്കെ, ആദ്യം വെളിച്ചെണ്ണ ആയിരിക്കും. അപ്പൊ പാത്രമൊക്കെ ചൂടായി. നമുക്ക് ആദ്യം ഓയിൽ ഒഴിക്കാം. ഞാൻ ഒഴിക്കാം. എത്ര സ്പൂണാ? നമുക്ക് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. ഇനി ചറപറാന്ന് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ കരിഞ്ഞു. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വീതം. പിന്നെ ചോപ്ഡ് ഓനിയൻ, ഏറ്റവും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ അതെന്ന് വെച്ചാൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് 2.5 ടീസ്പൂൺ. നമ്മൾ ശരിക്കും ബ്രൗൺ കളർ ആവുന്നവരല്ലേ. ഒരു മിനിറ്റ്, നമുക്ക് ഗ്രീൻ ചില്ലി ഉണ്ട്. ഓ, അപ്പൊ ഇതിലും ഇത് സ്പൈസിയാണ്. ഈ ഡിഷ് ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഗ്രേവി അല്ല. സാധാരണ ചൈനീസ് ഫുഡ് എന്ന് പറയുന്നത് എരിവില്ലാത്തതല്ലേ? എരിവുള്ളതുണ്ടോ ഇല്ലാത്തതുണ്ടോ ആണല്ലേ. രണ്ട് കളർ ചില്ലിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 2 കളർ, ഒന്ന് റെഡ് ഒന്ന് ഗ്രീൻ. ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ ഉണ്ടല്ലേ, റെഡ് ഗ്രീന് വൈറ്റ് 3 കളറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ബ്രൗൺ ആവണ വരെ ഇളക്കുക. ഓയിൽ ഒഴിച്ചു. അത് ഇനി ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് ഇട്ടു. അത് ചോപ്പ് ചെയ്ത ഓനിയൻ, പിന്നെ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലി. ഓക്കെ, ജിഞ്ചറും ഗാർലിക്കും 1/2 ടീസ്പൂൺ വീതം. പിന്നെ ഉള്ളി ഒരു 2.5 ടീസ്പൂൺ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. അത് നമ്മൾ ഡൈസ് ചെയ്ത ഓനിയൻ. ഇനി വലിയ അതൊരു ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ. അങ്ങനത്തെ 1 ടേബിൾ സ്പൂൺ അല്ലേ. കുറച്ചുകൂടി കിട്ടും. ഇഷ്ടമുള്ളവർക്ക് കുറെ ഇടാം അല്ലേ. അതായത് ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ. കാരണം ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതൊക്കെ നമ്മുടെ ഐഡിയ ആണ്. ഒരു പോർഷൻ ഫുഡ് എന്ന് പറഞ്ഞാൽ, ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. കറക്റ്റ് അളന്ന് തൂക്കിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമില്ല. നമ്മുടെ ഒരു ഐഡിയ ആണ്. ഒരാൾക്ക് എത്ര വേണം, എത്ര ഒരാൾക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ മറ്റു കണക്കൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഇത് കൂടുതൽ ആരും ഓർഡർ ചെയ്യണം ഇവിടെ വന്നിട്ട്? ഇവിടെ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് ഓർഡർ ചെയ്യും, അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഓർഡർ ചെയ്യും. അപ്പം മലയാളീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോഴും കുറച്ച് മണം വരുന്നില്ല. ഇപ്പൊ സത്യം പറയാലോ, ഇപ്പൊ മണമൊന്നുമില്ല. ഈ മണം ഉണ്ടോ? ഉണ്ടല്ലോ. ഇല്ല, എനിക്ക് മണമൊന്നും വരുന്നില്ല. മണം വരുമ്പോ ഞാൻ അറിയിക്കാം. അപ്പൊ ഒരു കുറച്ച് ബ്രൗൺ കളർ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. 2 ടീസ്പൂണോ? 2 ടീസ്പൂൺ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ടൊമാറ്റോ സോസാണ്. അത് കഴിഞ്ഞ് സോയാബീൻ ബ്രൗൺ കളറാണ്. സോയാ സോസ് നല്ലത്. സോയാ സോസ് അത്
ഒരു ടീസ്പൂൺ. ഇത് ഹെൽത്തിന് ചീത്തയാന്ന് പറയുന്നത് ശരിയാണോ? ഇത് അധികം ഓവറായിട്ട് വെച്ചാൽ എല്ലാ സോസും അങ്ങനെ തന്നെയാണ്, എല്ലാം കെമിക്കലാണ്. നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് കഴിക്കാം. ഇത് അജിനോമോട്ടോ കുറച്ചായാലും കുഴപ്പമില്ല. അജിനോമോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ എല്ലിനില്ലേ, എല്ലുകൾക്ക് പ്രശ്നമാണ് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പം സോസ് ഒഴിച്ചു, പിന്നെ നമ്മളിപ്പം ഇതൊഴിച്ചു സോയാബീൻ സോസ് ഒഴിച്ചു. കുറച്ച് സമയം എടുക്കുമോ? കുറച്ച് വെള്ളം ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഇതൊരു ഗ്രേവി ഉള്ള ഡിഷാണോ? ഇല്ല, ഗ്രേവി ഇല്ല. ഓക്കെ. വെള്ളം ചൂടുവെള്ളമാണോ ഒഴിച്ചാലല്ലോ? സാധാരണ വെള്ളം? വെള്ളം ഹോട്ട് വാട്ടർ. കാരണം ഹോട്ട് വാട്ടറാണ് ഒഴിക്കേണ്ടത്. അല്ല പിന്നെ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര നേരം നമ്മൾ ചൂടാൻ വേണ്ടി കാത്തിരിക്കണ്ടേ. ഓക്കെ. അപ്പോൾ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. 2 ടീസ്പൂൺ അല്ല, 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ. ഓക്കെ. പിന്നെ സോൾട്ട് പാകത്തിന്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പെന്ന് പറഞ്ഞാൽ പാകത്തിനുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ്. ഇതെന്തായിരുന്നു ഒന്നും കൂടി പറഞ്ഞേ? ഇത് മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഓക്കെ. ഇതങ്ങിടുന്നു. വീഴുന്നില്ലേ? ഇത് നല്ല ശരിക്കും നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നു. ഇത് സെല്ലറിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ. സെലറി നേരത്തെ പറഞ്ഞിരുന്നു, ഇടയിൽ നിന്ന് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന സെല്ലറി അതിൻ്റെ മേലെ ഇടാം. ഓക്കെ. ഇത് ഫുള്ള് വേണ്ടേ? ഫുള്ളാ. വെൽക്കം ബാക്ക്. നമ്മൾ ഗാർണിഷ് ചെയ്തൊരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷ് പെപ്പർ സോൾട്ട് സെർവ് ചെയ്യാൻ. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മൾ കുറച്ച് നേരം കൂടി എന്താ ഫ്രൈ കുറച്ച് നേരം കൂടെ ഡ്രൈ ആയത് ഡ്രൈ ആക്കി നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. ഓക്കെ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ. അപ്പം ഓക്കെ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാല് ഭയങ്കര ക്രിസ്പിയാണിത്. അതിന്റെ കവർ എന്ന് പറയുന്നത് ക്രിസ്പിയാണ് പുറത്തുള്ളത്. എന്നിട്ട് നമ്മുടെ ഉള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇതൊരു സൈഡിൽ. ചേട്ടൻ പറഞ്ഞത് ശരിയാട്ടോ, നല്ലൊരു ടച്ചിങ് ആണിത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ്, അകത്ത് നല്ല സോഫ്റ്റും എന്നിട്ട് നമ്മുടെ മസാലയും നല്ല ഒരു ചൈനീസ്, ആക്ച്വലി ചൈനീസ് ടച്ച് ഉണ്ട് ഇതിന് മൊത്തം, ബിക്കോസ് ഇറ്റ്സ് എ ചൈനീസ് ഡിഷ്.